ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂരുകാരുടെയൊക്കെ പ്രധാന നോമ്പുതുറ വിഭവമായിട്ടുള്ള നെയ്യടയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ പല സ്ഥലങ്ങളിലും ഒരുപക്ഷെ പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ പൊതുവേ ഇതിനെ പറയപ്പെടുന്നത് നെയ്യട എന്നാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു 3 എഗ്ഗാണ്. ഞാനിവിടെ ഒരു 3 എഗ്ഗ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഈ എഗ്ഗിൻ്റെ ഒരു സ്മെല്ല് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം നമ്മളിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. വിസ്കോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഞാനൊരു 1/2 കപ്പോളം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെയായിട്ട് ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് മൈദ ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്കിവിടെ വേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് കറക്റ്റ് ഒരു അളവ് പറയാത്തത്. ഇപ്പം ഞാൻ ഇത് കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം എത്രത്തോളം മൈദ നമുക്ക് വേണ്ടി വന്നു എന്ന് ഞാൻ പറയാം. അപ്പോൾ എന്താ ഈ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണം. അപ്പോൾ ഞാൻ ആ കംപ്ലീറ്റ് മൈദയും ഇതിൽ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ട പരുവം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പാത്രം എടുക്കുക. ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ആദ്യം തന്നെ തടവി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ടൈപ്പ് പാത്രമാണോ, ഇത് നമ്മൾ ലെയേഴ്സ് ആയിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പിലുള്ള പാത്രം നിങ്ങൾ എടുക്കുക. പിന്നെ കുറച്ച് ബദാമും കുറച്ച് കിസ്മിസും ഞാനൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്റ്റീമറിനകത്തേക്ക് നമുക്ക് ആ പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ടില്ലേ, അത് നമ്മൾ ആദ്യത്തെ ലെയറായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 1/2 സ്പൂണോ ഞാൻ എടുത്തിട്ടുള്ള ഒരു സ്പൂണിൻ്റെ 1/2 സ്പൂൺ മതിയാവും കേട്ടോ ഈ ഒരു ലെയർ. കാരണം കുറച്ച് നേരിയ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള ലെയറാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം ഈ ഒരു ലെയർ ഫസ്റ്റ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്റ്റീമായി കുക്കായി വന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത ലെയർ ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സ്റ്റീം ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ ആ ഒരു മിക്സ്ചറാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലെയറായിട്ട് വളരെ തിന്നായിട്ട് നമ്മൾ ആ ഒരു ലെയർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ സ്പൂൺ യൂസ് ചെയ്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ആ റെഡിയാക്കി വെച്ചിട്ടുള്ള നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ രീതിയിലൊന്ന് കടിക്കുന്നതിന് വേണ്ടി. അതിനുശേഷം ഇതും സ്റ്റീം ചെയ്യുക. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാവും കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അത്ര ഒരു 30 സെക്കൻഡ്സ് മതി കേട്ടോ ഓരോ ലെയറും സത്യത്തിൽ കുക്കായി വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിത് കുക്കായിന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു ലെയറില്ലേ, അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ലെയേഴ്സ് കിട്ടുന്നത്. അതിനുശേഷം ഇതിലേക്ക് വീണ്ടും നമ്മൾ ആദ്യത്തെ ആ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുക, മൈദയുടെ കൂട്ട്. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള മൈദയുടെയും എഗ്ഗിൻ്റെയും 2 മിക്സ്ചറും കഴിയുന്നത് വരെ എത്ര ലെയേഴ്സ് നമുക്ക് കിട്ടുന്നോ അത്രയും ലെയേഴ്സ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡി ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. അപ്പം നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ഒഴിക്കുന്ന ലെയറും അവസാനം ഒഴിക്കുന്ന ലെയറും ആ ഒരു മൈദയുടെ കൂട്ട് തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ആ ലെയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന എഗ്ഗിൻ്റെയും മൈദയുടെയും കൂട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മൾ ആ ഒരു മൈദയുടെ കൂട്ട് ഒഴിച്ചതിന് ശേഷം ഇത് കുറച്ച് കൂടുതൽ നേരം നമ്മളൊന്ന് സ്റ്റീം ചെയ്യുക കേട്ടോ. ഒരു 5 മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പുറത്തേക്ക് എടുത്ത് ഇതിൻ്റെ ചൂട് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്തേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേക്കും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇത് മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ അരിയുടെ പോലെയല്ല കേട്ടോ, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. അതിനുശേഷം ഇതിൻ്റെ ചൂട് ഇതേ കംപ്ലീറ്റ് മാറിയതിന് ശേഷം സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ ജസ്റ്റ് സൈഡ് നിങ്ങളൊന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇതെടുക്കുക. ഇപ്പം നമ്മുടെ നെയ്യട നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ ഭംഗി അറിയാൻ പറ്റുന്നത്. അപ്പോൾ ദേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെയും ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല മധുരമുള്ളതും നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ നമുക്ക് ഇഫ്താറിലൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.